കായംകുളം PIP കനാലിന്റെ കൈവഴി ജനങ്ങൾക്ക് തീരാ ദുരിതമാകുന്നു. കനാലിന്റെ ഇരുവശവും ഭീമമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ 50ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കായംകുളം നഗരസഭയിലെ പെരൂത്തറ വാഴപ്പള്ളി കനാലിന്റെ ഇരുവശവും ഭീമമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ജനങ്ങൾ ദുരിതത്തിലാണ്. 50ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പ്രദേശത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇതിലൂടെ കടന്നു പോകുന്ന PIP കനാലിന്റെ കൈവഴി കഴിഞ്ഞ 30 വർഷത്തിലേറെ കാലമായി ഉപയോഗശൂന്യമായി നിലനിൽക്കുന്നു. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്നതാണ്. MLAക്കും കളക്ടറേറ്റും എല്ലാം പരാതി കൊടുത്തതാണ്. പക്ഷെ ഇതുവരെ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഇത്രയും കിടന്ന് ഈ വെള്ളത്തിലെ ബാത്റൂമിൽ പോകാനോ ഒന്നിനും ഒരു എല്ലാം കൊണ്ട് കിടന്ന് ബുദ്ധിമുട്ടുമാണ് എല്ലാവരും. ഈ വെള്ളത്തിന് ഇത്രയും നാളായിട്ട് അങ്ങോട്ടൊന്നും ഒഴുക്കി പോകാൻ ഒരു പരിഹാരം ഇതുവരെ ആരും കണ്ടു തന്നിട്ടില്ല. കനാൽ ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതിനാൽ മലിനജലം കെട്ടിക്കിടന്ന ജലജന്യ രോഗങ്ങളും ഇടജന്തുക്കളുടെ ശല്യവും രൂക്ഷമാവുകയാണ്. ഈ മലിനജലം ഒഴുകിപ്പോകാൻ യാതൊരു മാർഗവുമില്ല. കനാലിന്റെ ഉയരം ഭൂമിനിരപ്പിലേക്ക് താഴ്ത്തി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്ത് സുഗമമായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിർത്തണമെന്നാണ് ഏറെ നാളത്തെ പ്രദേശവാസികളുടെ ആവശ്യം. കനാലിലൂടെ കഴിഞ്ഞ 40 വർഷമായിട്ട് വെള്ളം വന്നിട്ടില്ല. അപ്പം ഇത് ഒന്നുകിൽ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന രീതിയിൽ പൈപ്പ് ഇട്ടുകൊണ്ട് ഈ കനാല് തുടർന്ന് പോയാൽ ഈ പ്രദേശവാസികളുടെ ഈ ഒരു ദുരിതത്തിനൊരു പരിഹാരമാകും. ഇതിനായി മുഖ്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ജലസേന വകുപ്പ്, കായംകുളം നഗരസഭ, ജില്ലാ കളക്ടർ, മനുഷ്യാവകാശ സംഘടനകൾ എന്നിവർക്ക് പരാതികൾ നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അധികൃതരുടെ ഭാഗത്തു നിന്നും ഇനിയും യാതൊരു നടപടിയും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ.